കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് തിരഞ്ഞെടുപ്പ് ചിഹ്നമായി ഓട്ടോറിക്ഷ ലഭിച്ചു. ഷിനോജ് ജസ്റ്റിയാണ് വിവരങ്ങൾ അയച്ചത്. ഷിനോജ്, ഓട്ടോറിക്ഷ ലഭിച്ചേക്കും, അതിനുവേണ്ടി നേരത്തെ ശ്രമങ്ങൾ നടത്തിയിരുന്നല്ലോ. ഇപ്പോൾ ആ ചിഹ്നം ലഭിച്ചിരിക്കുന്നു. ചിഹ്നമില്ലാത്തതിനാൽ ഫ്ലെക്സിലും മറ്റും ഫ്രാൻസിസ് ജോർജിന്റെ 2 ചിഹ്നം ഇടതു പ്രവർത്തകർ ഒട്ടിച്ചു പോകുന്നു എന്ന കൗതുകമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചു. ഈ ചിഹ്നം പഠിപ്പിച്ചെടുക്കാനാകും എന്ന ആത്മവിശ്വാസമാണോ UDFന്? തീർച്ചയായും രതീഷ്, അതിനുവേണ്ടി തന്നെയാണ് ഒരു ജനകീയ ചിഹ്നത്തിന് വേണ്ടി ജോസഫ് ഗ്രൂപ്പ് ശ്രമം നടത്തിയത്. പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ ആകുമ്പോൾ സാധാരണക്കാർക്കൊപ്പം തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ, ഇനി തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, സാധാരണക്കാരിലേക്ക് പെട്ടെന്ന് പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു ചിഹ്നമായിട്ട് തന്നെയാണ് ഓട്ടോറിക്ഷയെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓട്ടോറിക്ഷയെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓട്ടോറിക്ഷ പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ട് ജോസഫ് ഗ്രൂപ്പും അതുപോലെ തന്നെ UDFും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിച്ചത്. അതേസമയം തന്നെ മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികളും സ്വതന്ത്രരൊക്കെ തന്നെ ഇത്തരത്തിൽ ഓട്ടോറിക്ഷ വേണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരുന്നു. പക്ഷേ അവിടെയെല്ലാം ചെന്ന് ഈ പ്രവർത്തകർ അനുനയിക്കുന്ന ശ്രമങ്ങളൊക്കെ ഉണ്ടായി. ആ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓട്ടോറിക്ഷ ചിഹ്നം ഈ ഫ്രാൻസിസ് ജോർജിന് ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിൽ 7 മണ്ഡലങ്ങളിലുള്ള ഒരു പിറവത്ത് അനൂപ് ജേക്കബ് കഴിഞ്ഞ തവണ മത്സരിച്ചത് ഓട്ടോറിക്ഷ ചിഹ്നത്തിലാണ്. അതിനാൽ തന്നെ പിറവത്തെ ജനങ്ങൾക്ക് കുറച്ചുകൂടി സ്വീകാര്യമായ ചിഹ്നം കൂടിയാണ് ഈ ഓട്ടോറിക്ഷ. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി ജോസഫ് ഗ്രൂപ്പ് ഈ ഓട്ടോറിക്ഷ ലഭ്യമാകുന്നതിന് വേണ്ടി ശ്രമം നടത്തിയിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന ആദ്യകാലങ്ങളിൽ ഇവർ നടത്തിയിരുന്ന ശ്രമങ്ങളിൽ പ്രധാനമായും ട്രാക്ടർ ഒരു തെരഞ്ഞെടുപ്പ് ചിഹ്നമായി കിട്ടുകയാണെങ്കിൽ ആ ട്രാക്ടറിന് വേണ്ടിയായിരുന്നു ജോസഫ് ഗ്രൂപ്പ് ആദ്യം ശ്രമം നടത്തിയത്. പക്ഷേ പിന്നീട് ഒരു ഓട്ടോറിക്ഷയിലേക്ക് കുറച്ചുകൂടി ജനകീയമായ ചിഹ്നം, ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന ചിഹ്നം ആ രീതിയിലുള്ള ചിഹ്ന ശ്രമങ്ങളിലേക്ക് കൂടി എത്തി. എന്തായാലും രതീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിഹ്നമില്ല എന്നൊക്കെയായിരുന്നു ഇത്രയും കാലം ഇവരുടെ ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത്. ചിഹ്നമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിക്ക് ഏത് ചിഹ്നത്തിൽ വോട്ട് ചോദിക്കുമെന്ന രീതിയിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് രതീഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഫ്രാൻസിസ് ജോർജിൻ്റെ പോസ്റ്ററുകളുടെ സമീപത്തൊക്കെ തന്നെ 2 ചിഹ്നം കൊണ്ട് ഒട്ടിക്കുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. ആ ഒരു പ്രശ്നമൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിനും UDFനും ഒക്കെ വളരെ ആശ്വാസകരമായിക്കൊണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിഹ്നം അനുവദിച്ചിരിക്കുന്നത്. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓട്ടോറിക്ഷ ചിഹ്നമായി അനുവദിച്ചിരിക്കാൻ ഷിനോജ് ജസ്റ്റിയാണ് കോട്ടയത്ത് വിവരങ്ങൾ നൽകിയത്.